ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നോക്കുന്നത്. അപ്പൊ അതിനകത്ത് ഐ ഡി എഫ് പുതിയതായിട്ട് ഒരു കോറിഡോർ, അതായത് റഫായും ഖാൻ യൂണിസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോറിഡോർ രൂപപ്പെടുത്തുകയാണ്. ഈ കോറിഡോർ 2005 IDF ഇതുവഴിയാണ് പുറത്തോട്ട് ഇറങ്ങിപ്പോയത്. അതായത് ഗാസയെ റിലീസ് ചെയ്ത് ഇറങ്ങിപ്പോയ സമയത്ത് ഗാസ ഹാൻഡ് ഓവർ ചെയ്തിട്ട് IDF വെക്കേറ്റ് ചെയ്ത സമയത്ത് 2005 ഇതേ റൂട്ടിലൂടെയാണ് പുറത്തിറങ്ങിപ്പോയത്. ആ റൂട്ട് അവർ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. IDF പുറത്തോട്ട് പോകാനല്ല ഈ കോറിഡോർ രൂപപ്പെടുത്തിയെടുക്കുന്നത്. IDF അതിശക്തമായിട്ട് സെൻട്രൽ ഗാസയിലുള്ള ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നോർത്തിലും സൗത്തിലും സെയിം ടൈമിൽ ആക്രമണം നടത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു കോറിഡോർ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇതിലൂടെ ഗാസ വീണ്ടും ചെറുതായിട്ട് വെട്ടിമുറിക്കപ്പെടുകയാണ്. ഇതിലൂടെ ഗാസ വീണ്ടും വിഭജിക്കപ്പെടുകയാണ്. നെറ്റ്സറീം കോറിഡോർ തന്നെ ഒരു വലിയ വിഭജനമായിട്ട് നിൽക്കെ തന്നെ ഒരു കോറിഡോർ കൂടി രൂപപ്പെടുത്തുകയാണ്. ഈ നെറ്റ്സറീം കോറിഡോർ ഏതാണ്ട് 6 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു കോറിഡോർ ഉണ്ട്. അതിലുപരിയായിട്ട് അടുത്ത് വീണ്ടും ഒരു കോറിഡോർ വരികയാണ്, മൊറാക് കോറിഡോർ. ഈ മൊറാക് കോറിഡോർ ആണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിലഡൽഫി കോറിഡോറിന്റെ അതേ പാരലായിട്ട് വരുന്നതാണ് ഈ ഒരു കോറിഡോർ. ഫിലഡൽഫി കോറിഡോർ ഗാസയിൽ നിന്നും ഈജിപ്തിലേക്ക് ഒരു എക്സിറ്റ് കൊടുക്കും. പക്ഷെ ഇത് മൊറാക് കോറിഡോർ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഉള്ളിലൂടെ വന്ന് ഒരു ഈജിപ്തിലേക്ക് ഒരു എക്സിറ്റ് കൊടുക്കും. അതാണ് ഈ രണ്ട് കോറിഡോർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റി. അതേസമയം ഈ കോറിഡോർ ഫുൾ ആൻഡ് ഫുൾ ഇസ്രായേലിന്റെ കൺട്രോളിലായിരിക്കും. കാര്യം മറ്റേ ഫിലഡൽഫി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പുറത്ത് റഫ ബോർഡർ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങ് അറ്റത്ത് ഈജിപ്തിന്റെ ചെക്ക് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ചെക്ക് പോയിന്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതില് ഫുൾ ആൻഡ് ഫുൾ ഇസ്രായേലിന്റെ കൺട്രോൾ മാത്രമാണ്. ഇത് വേറെ ഒന്നിനല്ല, എക്സിറ്റ് പ്ലാൻ ആണ്. സെൻട്രൽ ഗാസയിൽ നിന്നും സിവിലിയൻസ്, നിങ്ങൾ സ്വമേധയാ നിങ്ങൾ സിവിലിയൻസ് എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കോറിഡോറിലൂടെ എക്സിറ്റ് ആവാം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ലെവലിലേക്കുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജബാലിയ ഭാഗത്ത് നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 5-ലധികം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് IDF പറയുന്നത്. ഷെജയ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവാക്യുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഗാസ ഫുൾ ആൻഡ് ഫുൾ ഇവാക്യുവേഷൻ ആണ്. ഗാസയിൽ ശരിക്കും കരച്ചിൽ മാത്രമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ, റിയാലിറ്റി അതാണ്. ഗാസയിൽ ഇന്നലെ IDF ഒരു മെഡിക്കൽ സെന്റർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. 54 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്ത വരുന്നത്. പക്ഷെ അതുപോലെ തന്നെ IDF അതിനെക്കുറിച്ച് ഒരു കമന്റ് പാസ്സാക്കിയിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അത് അറ്റാക്ക് ചെയ്തതെന്നോ ഏത് രീതിയിലുള്ള സസ്പെക്ട് ആണ് അവിടെ ഉണ്ടായിരുന്നെന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ അവർ ഡീറ്റെയിൽ ആയിട്ട് അത് പുറത്തുവിടുന്നതായിരിക്കും. അതായത് നെതന്യാഹു ഹംഗറി ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഷിൻബെറ്റിന്റെ ലീഡറായിട്ടിരുന്ന റോണൻ ബാറിനെതിരെ ആരോപണം തിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ആരോപണം പണി ഏറ്റിട്ടുണ്ട്. ഈ പണി ഏറ്റത് ഇപ്പൊ എന്താണെന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഫെൽസ്റ്റൈൻ അതേപോലെ യൂറിക് എന്ന് പറഞ്ഞ 2 വ്യക്തികളുണ്ട്. ഈ 2 ഇന്റലിജൻസ് വ്യക്തികളാണ് നെതന്യാഹുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഖത്താർ ഗേറ്റ് ഇഷ്യൂവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പൊ ഇവർ 2 പേരെയും ഇന്ന് നേരം വെളുക്കുമ്പോഴത്തേക്കും റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഹൗസ് അറസ്റ്റ് എന്നുള്ളൊരു പേരും. നെതന്യാഹു എന്താണോ പറഞ്ഞത് അതിൽ വാസ്തവമായിട്ട് എന്തോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒറ്റ വീഡിയോ റിലീസ് ചെയ്തപ്പോഴത്തേക്കും അത് 2 പേരെയും റിലീസ് ചെയ്ത് ഹൗസ് അറസ്റ്റ് എന്ന് പറഞ്ഞുള്ള പേര് വിട്ട് അവിടെ വെച്ചിരിക്കുക. ഹൗസ് അറസ്റ്റ് എന്താണ് ഹൗസ് അറസ്റ്റ്? അതായത് ഷിൻബെറ്റിന്റെ ആ ഒരു റോണൻ ബാറിനെ എന്തിനാണ് നെതന്യാഹു പുറത്താക്കിയത് എന്നുള്ളതിന്റെ 100% തെളിവാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ നെതന്യാഹു ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുദാപെസ്റ്റ് അവിടെ ഗവൺമെന്റ് സെറമണി അറ്റൻഡ് ചെയ്ത ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഹംഗറിയിലെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് നെതന്യാഹു ഇസ്രായേലിലേക്ക് മടങ്ങുന്നതാണ് വാർത്തകൾ വരുന്നത്. ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ഇസ്രായേലിന്റെ ഉള്ളിൽ തീവ്രവാദ രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു സ്വരം അവരുടെ നെസറ്റിന്റെ ഉള്ളിൽ ഉയർന്നു വരുന്നുണ്ടെന്നുള്ളതാണ്. അത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഖത്തർ ആണല്ലോ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഖത്തർ ബേസിക്കലി ഫണ്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദങ്ങളൊന്നും ഇങ്ങനെ തഴച്ചു വളരില്ല എന്നുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം എന്നല്ല, ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ഒരു ഖത്തറിനെ തീവ്രവാദ രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ടൈം ലൈൻ അതിക്രമിച്ചിരിക്കുന്നതേ പറയാനുള്ളൂ. അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. കാരണം അമേരിക്കയുടെ ഒരു ബേസ് ഖത്തറിലുണ്ട്. അതും സെൻകോം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു ബേസാണ്, വലിയൊരു ബേസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ ഇസ്രായേലിന് ഖത്തറിനെ അങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. കാരണം പിന്നീട് ഇസ്രായേലിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഖത്തറിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നൂലാമാലയാവും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാതലായ വിഷയം അതാണ്. ഖത്തറിനെ അങ്ങനെ തീവ്രവാദ രാഷ്ട്രമായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ഖത്തറിന്റെ ഉള്ളിൽ നിന്നും അമേരിക്കയുടെ ബേസ് എടുത്ത് മാറ്റണം. അതെടുത്ത് മാറ്റാതെ ഒരു രീതിയിലുള്ള മൂവ്മെന്റ്സും ഇസ്രായേലിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നെതന്യാഹു വളരെ വൈകാതെ തന്നെ US-ലേക്ക് 2ാമത്തെ ട്രിപ്പ് വിസിറ്റ് ചെയ്യും. ട്രംപിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വൈകാതെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ഇറാൻ എപ്പോഴും പറയുന്നത് ഹൂത്തികളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ ഹൂത്തികളുമായിട്ടുള്ള കാര്യങ്ങൾ ഹൂത്തികളുടെ അടുത്ത് തന്നെ ചോദിക്കണം, അവർക്ക് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതാണ് ഇറാൻ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആക്രമണം അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും പല രീതിയിലുള്ള പ്രസ്താവനകൾ IRGCയുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ഇറാൻ ട്രൂപ്പിനെ യമനിൽ നിന്നും പിൻവലിക്കുന്നതായിട്ട് പുൾ ഔട്ട് ചെയ്യുന്നതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ
അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ ഇറാന്റെ IRGC എവിടെയാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഹിസ്ബുള്ളക്ക് പിന്തുണ കൊടുത്തിരുന്നു, ഇതേപോലെ സിറിയയുടെ ഉള്ളിൽ ഇറാന്റെ IRGC ഉണ്ടായിരുന്നു, അതുപോലെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഖുദ്സ് ഫോഴ്സ് എന്നുള്ള പേരിൽ അവരുണ്ട്, അതുപോലെ തന്നെ ഇതാ ഹൂത്തികളുടെ ഇടയിലും അവരുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇത് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഇറാനിയൻ ഫോഴ്സിനെ ഫുള്ളി അവിടെ നിന്ന് പുൾ ഔട്ട് ചെയ്യാണ്, അവർ വിഡ്രോ ചെയ്യാണ് യമന്റെ ഭാഗത്തുനിന്ന്. അതായത് ഹൂത്തികൾക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന സപ്പോർട്ട് പിൻവലിക്കുകയാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇതൊക്കെ അമേരിക്കയിൽ നടക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അതായത് ന്യൂക്ലിയർ ഡീലുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ബാക്ക്ഡോർ ചർച്ച നടക്കുന്നതിന്റെ സൂചനയുടെ ഭാഗമാണ് ഈ വക പിൻവാങ്ങലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുമ്പത്തെ കാലത്തെ റമദാൻ സമയത്തുള്ള ഇസ്രായേലിനെതിരെ വരുന്ന ആക്രമണങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് IDF-ന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും 80% ഈ ഒരു റമദാനിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മനസ്സിലായല്ലോ. അതായത് ഇസ്രായേലിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലുള്ള അറ്റാക്കിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ അവർക്ക് കൂടുതൽ IDF ഉദ്യോഗസ്ഥർക്കെതിരെ പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ രീതിയിൽ ഹൈ പ്രഷറാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബെൻഗിവിർ ഇയാളെ കൊണ്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇയാൾ വീണ്ടും ടെമ്പിൾ മൗണ്ടിൽ പോയിരിക്കുകയാണ്. അത് അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹമാസിനെ കുറച്ചുകൂടെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പിൾ മൗണ്ടിൽ ഒരു തവണ കൂടെ വിസിറ്റ് ചെയ്ത് നോക്കിയൊക്കെ കണ്ട് തിരിഞ്ഞൊക്കെ വന്നിരിക്കുകയാണ്. ഗാസയ്ക്കുള്ളിൽ ഫുഡ് വെയർ ഹൗസ്, അതായത് ഈ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. ഭക്ഷണത്തിന് തന്നെ ഇപ്പൊ അടിയായി. ഒന്നാമത് തന്നെ അവിടെ ഇപ്പൊ സപ്ലൈ ഇല്ല, എയ്ഡ് സപ്ലൈ ഇല്ലല്ലോ, എല്ലാരെയും പുറത്ത് വിടാനാണ്, എല്ലാരെയും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവാക്യുവേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അവിടെ എവിടെയാണ് സപ്ലൈ? അപ്പൊ അങ്ങനെ ഫുഡിന്റെ ഷോർട്ടേജിൽ ഒരു റിലേറ്റീവിനെ തന്നെ, ഒരു ഹമാസ് തീവ്രവാദി റിലേറ്റീവിനെ തന്നെയാണ് വധിച്ചിരിക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന്റെ IDF സൗത്ത് സിറിയ ഭാഗത്ത് അതിരൂക്ഷമായ ആക്രമണം. എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് വ്യക്തമായ വിവരം പുറത്തു വന്നിട്ടില്ല. കുറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുറെ പേർക്ക് നല്ല രീതിയിലുള്ള പരിക്കുണ്ടെന്നാണ് വാർത്ത വരുന്നത്. ഇസ്രായേൽ അതിശക്തമായിട്ട് ഗ്രൗണ്ട് ഫോഴ്സ് ആക്രമണമാണ് സിറിയയുടെ ഉള്ളിൽ സൗത്ത് സിറിയ ഭാഗത്ത് നടപ്പിലാക്കുന്നത്. സൗത്ത് സിറിയ അറിയാമല്ലോ, ഈ ഡ്രൂസുകളുടെ ഭാഗത്ത് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് സൗത്ത് സിറിയ, ഡമസ്കസിൽ നിന്ന് കുറച്ച് താഴോട്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ശക്തമായിട്ട് തന്നെ ആക്രമണം നടത്തുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. IDF ലെബനാന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണത്തിൽ ഹസൻ ബറാഖത്ത് എന്ന് പറഞ്ഞ ഹമാസിന്റെ ഒരു നേതൃത്വ നിരയിലുള്ള ഒരു ലീഡറിനെ തന്നെ വധിച്ചിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഹമാസ് ഇന്ന് രാവിലെ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് എൻറ്റയർ ബന്ദികളെ വിട്ടയച്ചുകൊണ്ട് ഈ യുദ്ധത്തിന് ഒരു വിരാമമിടാൻ എന്തെങ്കിലും രീതിയിൽ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഹമാസ് ഈ ഒരു പ്രഖ്യാപനം പുറത്തു വിട്ടേക്കാം എന്നാണ് വാർത്തകൾ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തയാണ്. കാര്യം ഹമാസിന് പറ്റുന്നില്ല. ഹമാസ് അവരുടെ മാക്സിമം ശ്രമിച്ചു നോക്കി, അവർക്ക് പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഹമാസ് ഗാസയ്ക്കുള്ളിൽ എങ്ങനെയും നിലനിൽക്കാൻ പറ്റുമോ എന്നാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതിന് ഇസ്രായേൽ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഈ ഒരു ഡിമാൻഡാണ് അവർ വെക്കുന്നത്. അതായത് യുദ്ധം അവസാനിപ്പിക്കണം, മൊത്ത ബന്ദികളെ വിട്ടയക്കാം എന്നുള്ള ഡിമാൻഡാണ് അവർ വെക്കുന്നത്. പക്ഷെ ഇതിന് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള മറുപടി ഇതുവരെ വന്നിട്ടില്ല. ഇതിനകത്ത് ഒരു വിഷയമുള്ളത്, ഇസ്രായേലിന്റെ ഡിമാൻഡ് നേരെ തിരിച്ചാണ്. കാര്യം നീ ഗാസയിൽ നിന്ന് മൊത്തം പുറത്തു പോവുകയും ചെയ്യണം. ഗാസ ഫുൾ ആൻഡ് ഫുൾ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി കൺട്രോളിലായിരിക്കും. ഹമാസിന് ഇനി അവിടെ സ്ഥലമില്ല. ബന്ദികളെ വിട്ടയച്ചു കഴിഞ്ഞാൽ യുദ്ധം നിർത്താം. ഇതാണ് ഇസ്രായേലിന്റെ സൈഡ്. പക്ഷെ ഇത് രണ്ടും തമ്മിലാണ് ഇപ്പം ഒരു കോൺട്രാഡിക്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഹമാസ് മുട്ടുകുത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങി ബന്ദികളേക്ക് വിട്ടയച്ചു കഴിഞ്ഞാൽ യുദ്ധം നിർത്താം എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പൊ നോക്കിയിരിക്കുന്നത്. പക്ഷേ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു 80% ഇതിന്റെ സാധ്യത വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.